എല്ലാവർക്കും നമസ്കാരം. അസ്സലാമു അലൈക്കും. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഗുഡ് മോർണിംഗ് ടു ഓൾ. ഇന്നെന്താണല്ലേ വളരെ മാറ്റം. യെസ്, ഇനി 2-3 ദിവസം മാത്രമേ ഉള്ളൂ റമദാൻ ഇങ്ങോട്ട് വരാൻ. ഫെബ്രുവരി 28-ാം തീയതിയോ മാർച്ച് 1-ാം തീയതിയോ റമദാൻ നോയമ്പ് തുടങ്ങുന്നതായിരിക്കും. റമദാൻ നോയമ്പ് എന്ന് വെച്ചാൽ അത് മുസ്ലിംസിന് വേണ്ടി എന്നാണ് പലരും തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നത്. ഈ റമദാൻ നോയമ്പ് ലോകത്തിന് വേണ്ടിയുള്ളതാണ്, ലോകത്തിലുള്ള മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണ്. നമ്മളെല്ലാവരും 12 മാസവും അല്ലേ, ഒരു റെസ്റ്റുമില്ലാതെ നമ്മുടെ ആമാശയം ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ 12 മാസത്തിൽ ഒരു മാസം നമുക്ക് നമ്മുടെ വയറിന് റെസ്റ്റ് കൊടുത്താൽ അറ്റകുറ്റപ്പണികളൊക്കെ ഉൾസൈഡിൽ നടക്കും. പ്രതിരോധ ശക്തികൾ കൂടും, ക്യാൻസർ വരാതിരിക്കും, ഹാർട്ട് ഡിസീസ്, അങ്ങനെ ഒരുപാട് ബോഡി ബെനിഫിറ്റ്സ് നമ്മളറിയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. അതായത് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തൊട്ട് നമ്മൾ ഉപവസിക്കുകയാണ്, പച്ചവെള്ളം പോലും കുടിക്കാതെ. എന്നിട്ട് സൂര്യൻ അസ്തമിക്കുന്ന നമ്മൾ വെള്ളമൊന്നും കുടിക്കുന്നില്ല. നമ്മൾ 5:30-ക്കാണ് രാവിലത്തെ ഫജ്ർ പ്രാർത്ഥന, രാവിലത്തെ പ്രാർത്ഥന. അപ്പം 5:30-ക്ക് മുമ്പ് നമ്മളൊരു 4:30-ക്ക് എണീറ്റ് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കിയൊക്കെ കഴിച്ച് നമ്മൾ ഈ രാവിലത്തെ ഭക്ഷണം കഴിക്കണമെന്ന് മസ്റ്റാണ്. കാരണം ആ രാവിലത്തെ ഭക്ഷണത്തിന് ഭയങ്കര അനുഗ്രഹമുണ്ട്. നമ്മളത് കഴിച്ച് വേണം നമ്മളുടെ നോയമ്പ് തുടങ്ങാൻ. അതുപോലെ തന്നെ ഈ 30 ദിവസത്തിൽ ഓരോ ദിവസവും നമ്മൾക്ക് ഓരോ ആഗ്രഹങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ വെക്കാം. അതിന് നിയത്ത് എന്ന് പറയുന്നു. അപ്പം എല്ലാം നമ്മൾക്ക് സാധിച്ചു തരണം എന്ന് വാശി പിടിക്കരുത്. നമ്മൾക്ക് എന്താണ് നന്മ അത് ആണ് ദൈവം നമുക്ക് ചെയ്തു തരത്തുള്ളൂ. എക്സാമ്പിൾ, കുട്ടികൾ നമ്മളോട് കരഞ്ഞ് പറയേണ്ട ആവശ്യമുണ്ടോ? എന്നെ LKG ചേർക്കണം കേട്ടോ, എന്നെ LKG ചേർക്കാമോ പ്ലീസ്? അവൻ്റെ ആവശ്യമില്ല. കാരണം സമയമാകുമ്പോൾ നമ്മൾ മാതാപിതാക്കൾ 3 വയസ്സായ കുട്ടിയെ നമ്മൾ LKGയിൽ നല്ല സ്കൂളിൽ കൂടെ ചേർക്കും ഇല്ലേ? അതുപോലെയാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ദൈവം എല്ലാ സമയമാകുമ്പോൾ നമുക്ക് ചെയ്തു തരും. ക്ഷമയോടെ കാത്തിരിക്കുക. അപ്പോൾ ഈ റമദാൻ നോയമ്പിൻ്റെ അത്ഭുതം, എനിക്കുണ്ടായ അത്ഭുതം, ഞാൻ 1997 ചെന്നൈയിൽ 1/2 ഗ്രൗണ്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാനങ്ങ് ഗൾഫിലോട്ട് പോയി. പിന്നെ ഞാൻ ഗൾഫിലായിരുന്നു. എൻ്റെ കുട്ടികളെ 2പേരും ഞാൻ ബോർഡിങ്ങിലാക്കിയിട്ട് ഞാൻ ഗൾഫിൽ പോയി. അതിനുശേഷം പലപ്പോഴും ഞാൻ നാട്ടിൽ വരുമ്പോഴൊക്കെ ഈ സ്ഥലം ഒന്ന് വിൽക്കാൻ നോക്കിയിട്ടുണ്ട്. വിൽക്കാൻ വേണ്ടി ഞാൻ പത്രത്തിൽ പരസ്യം ഇട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ എനിക്കൊരു വീടോ ഫ്ലാറ്റോ വാങ്ങിക്കാനായിട്ട്. അപ്പോഴൊന്നും എനിക്കത് നടന്നു കിട്ടിയിട്ടില്ല. ഞാൻ പിന്നെ പല ദൈവങ്ങളുടെയും പുറകെ ഓട്ടമായിരുന്നു. പല ദൈവങ്ങളോട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞാൻ എല്ലാ മതങ്ങളിൽ കൂടെ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. കാരണം നമ്മുടെ പ്രാർത്ഥനകളൊന്നും കേൾക്കണില്ല, എന്താണാവോ. അങ്ങനെ ഇരിക്കും 2016 റമദാനിൽ ഞാൻ പങ്കുചേർന്നു. എൻ്റെ ഭർത്താവ് മുനീറാണ് എനിക്ക് ഇതിനെക്കുറിച്ചെല്ലാം പഠിപ്പിച്ചു തന്നത്. എങ്ങനെയാണ് വുളു എടുക്കുന്നത്, എങ്ങനെയാണ് നിസ്കരിക്കുന്നത്, എങ്ങനെയാണ് അൽഫാത്തിഹ ചൊല്ലുന്നത്. അപ്പോൾ ഞാൻ വിശ്വാസത്തോടെ ആത്മാർത്ഥത്തോടെ ഞാൻ ഈ നോയമ്പൊക്കെ നോക്കി. അങ്ങനെ നോയമ്പ് നോക്കി ഞാൻ ഖുറാൻ അത്രയും ദിവസങ്ങളിൽ ഞാൻ ഖുറാൻ പഠിക്കുകയെല്ലാം ചെയ്തപ്പോൾ എനിക്കവിടെ മനസ്സിലായി. അതായത് 3000 വർഷം മുമ്പേ നമ്മളുടെ പൂർവ്വപിതാക്കന്മാർ എഴുതിയ ഹോളി ബുക്സില്ലേ, വേദപുസ്തകങ്ങളായ വേദങ്ങൾ, നമ്മളെ വേദക്കാരെന്നാണ് ബ്രിട്ടീഷുകാരും പുറത്തുള്ളവരൊക്കെ നമ്മൾ വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മളുടെ വേദങ്ങളിൽ തന്നെ കേനോപനിഷത്തിൽ പറയുന്നതാണ് 1:6, കണ്ണുകൾ കൊണ്ട് കാണാത്തതെന്തോ, ആരാണ് ഈ ദർശനം ലഭിക്കാൻ കാരണമാക്കിയത്, അതിനെ നമ്മൾ ബ്രഹ്മം എന്ന് പറയുന്നു. അതായത് നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമ്മൾക്ക് കാണാൻ പറ്റില്ല, പക്ഷേ നമ്മളുടെ കണ്ണുകൾ സൃഷ്ടിച്ച കണ്ണുകൾക്ക് നമ്മളെ കാണാൻ സാധിക്കും. അതാണ് ബ്രഹ്മം. അപ്പം നമ്മൾ ദൈവത്തിനെ പലരും പല നാമങ്ങളിൽ വിളിക്കുന്നു. ബ്രഹ്മം, അല്ലാഹു, ദൈവം, കർത്താവ്, ശിവ അല്ലേ. അപ്പം നമ്മൾ പല ഭാഷകളനുസരിച്ച് നമ്മൾ ദൈവത്തെ പല നാമങ്ങൾ വിളിക്കുന്നു. പക്ഷെ ദൈവം ഒന്നേ ഉള്ളൂ. എല്ലാം സൃഷ്ടിച്ച, ഈ ഭൂമി മുഴുവനും സൃഷ്ടിച്ച ദൈവം അശരീരിയാണ് അല്ലേ. അതായത് പലയിടത്തും യജുർവേദത്തിലൊക്കെ പറയുന്നുണ്ട് ദൈവത്തിന് ശരീരമില്ല. ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് ബുദ്ധി കുറവുള്ളവരാണ് ഈ വിഗ്രഹങ്ങളെ പ്രാർത്ഥിക്കുന്നത്. അതായത് നമ്മൾ കണ്ണുകൾ കൊണ്ട് ആരെ ഉപവസിക്കുന്നോ അത് ബ്രഹ്മമല്ല എന്ന് കേനോപനിഷത്തിലുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ബൈബിളിലും ഉണ്ട്, ദൈവം ഒരു പ്രകാശത്തിൽ വസിക്കുന്നു, അതിനു മുമ്പിൽ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നു. ഖുറാനിൽ എന്താ പറയുന്നത്? ദൈവം നമ്മുടെ കണ്ടിനാടിയോട് ചേർന്നിരിക്കുന്നു എന്നാണ്. അപ്പോൾ
എല്ലാ വേദപുസ്തകങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവത്തിനെ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ദൈവം ശരീരമില്ലാത്തതാണ്. ദൈവം ഈസ് ഒമ്നി പ്രസൻറ്റ്, ഈസ് എവ്രിവെയർ. യെശയ്യായുടെ പുസ്തകം 66-ാമത്തെ അധ്യായം 1-ാമത്തെ വചനത്തെ പറയുന്നുണ്ട്. ദൈവം പറയാണ്, ആകാശം എൻ്റെ സിംഹാസനവും ഭൂമി എൻ്റെ പാദപീഠവുമാണ്. നിങ്ങൾ എനിക്ക് ഏത് തരത്തിലുള്ള വീട് പണിയും, ഞാൻ എവിടെ വിശ്രമിക്കും എന്ന് ചോദിക്കുന്നു. അപ്പോൾ നമുക്ക് ദൈവം നമ്മളെപ്പോലെ ഒരു ഹ്യൂമൻ ബീങ് അല്ല. അതൊക്കെ നമ്മളെല്ലാവരും മനസ്സിലാക്കണം. മാൻ പ്രപ്പോസസ്, ഗോഡ് ഡിസ്പോസസ്. മനുഷ്യൻ ചിന്തിക്കുന്നു, ദൈവം തീരുമാനിക്കുന്നു. ഇസ്ലാം നമ്മൾ ദൈവത്തെ സ്വീകരിക്കുമ്പോൾ ഖുറാനിൻ്റെ 2:155 പറയുന്നുണ്ട്, പട്ടിണി, ഭയം, ജീവനഷ്ടം, ധനനഷ്ടം, വിഭവനഷ്ടം, ഈ കാര്യങ്ങളിൽ ദൈവം നമ്മളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. എനിക്കും ഉണ്ടായി. എനിക്ക് ഇത് 2014 ഞാൻ 2 വർഷം, 1.5 വർഷം എനിക്ക് ഇതെല്ലാം വെച്ച് എന്നെ പരീക്ഷിച്ചു. പക്ഷേ ഈ ഒരു സന്ദർഭത്തിൽ ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്തയുണ്ട് എന്ന് ഓർത്തുകൊള്ളുക. നമ്മൾ ദൈവത്തിനോട് കൂടുതൽ നടക്കുമ്പോൾ നമ്മളെ പരീക്ഷിക്കും. എന്താണ് പരീക്ഷിക്കുന്നത്? 5: ഭയം, പട്ടിണി, ജീവനഷ്ടം, ധനനഷ്ടം, വിഭവനഷ്ടം. സത്യം, ഞാൻ എൻ്റെ 5-ൽ കൂടി ഞാൻ കടന്നുപോയി. വളരെ ക്ഷമയോടെ കടന്നുപോയെങ്കിലും അതിനുശേഷം എനിക്ക് വളരെ സന്തോഷമായിട്ടുള്ള വാർത്തകളും എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷങ്ങളാണ് എൻ്റെ ജീവിതത്തിലുണ്ടായത്. അങ്ങനെ എൻ്റെ ചെന്നൈയിലെ സ്ഥലം എനിക്ക് വിൽക്കാൻ കഴിഞ്ഞു. എന്നെ ഇങ്ങോട്ട് വിളിച്ചു, മാഡം ആ സ്ഥലം നിങ്ങൾ കൊടുക്കുന്നുണ്ടോ? അതുപോലെ ഞാൻ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് നല്ലൊരു എമൗണ്ടും കിട്ടി. ഞാൻ ആ എമൗണ്ടും കൊണ്ടാണ് ഞാനിവിടെ ആലുവയിൽ ഫ്ലാറ്റ് വാങ്ങിച്ചത്. അപ്പം അത്രത്തോളമൊക്കെ മാറ്റങ്ങളുണ്ട് നമ്മൾ ഉദ്ദേശിക്കാത്ത ഒരു സമയത്ത്. നോക്കണേ, ഞാൻ ആ കാര്യമേ മറന്നുപോയായിരുന്നു. എന്നെ ഇങ്ങോട്ട് വിളിച്ച് ചോദിക്കുക, ഇവിടെ നോക്കിയോ നമ്പർ തപ്പിയെടുത്തിട്ട് ആ സ്ഥലം കൊടുക്കുന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾക്ക് സമയമാകുമ്പോൾ നമ്മളെ തേടി വരും. റമദാൻ നോയമ്പിന് വലിയ വലിയ പുണ്യമുണ്ട്. ആരായാലും നമ്മൾ ഈ നോയമ്പെടുത്താൽ തീർച്ചയായിട്ടും നമ്മൾക്ക് എന്താണ് ദൈവം വിധിച്ചിരിക്കുന്നത് അതെല്ലാം നമ്മൾക്ക് വന്നു ചേരും എന്ന് സത്യമാണ്. ഇഷ്ടമുള്ളവർ, ആരോഗ്യമുള്ളവർ നോയമ്പെടുക്കുക. മരുന്ന് കഴിക്കുന്നവരൊന്നും ഒരു നിർബന്ധവുമില്ല. അത് ദൈവത്തിനറിയാം നമ്മുടെ എല്ലാ വിഷമവും. ദൈവം നമ്മുടെ ഹൃദയം നോക്കുന്നതാണ്. നമ്മൾ ചിന്തിക്കുന്നവരെ ദൈവത്തിന് കേൾക്കാവുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ദൈവത്തിനെ അറിയിച്ചാൽ മതി. പിന്നെ 5 നേരവും നിസ്കരിച്ച് ഭാര്യയോട് സംസാരിക്കാതെ, ഭാര്യയോട് ഒരു അക്ഷരം മിണ്ടാതെ 5 നേരം നിസ്കരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ആ നിസ്കാരം ദൈവം സ്വീകരിക്കുമോ? ഇല്ല. അതുപോലെ തന്നെ ഭാര്യമാരോടും നിങ്ങൾ ഹിജാബ് ഇട്ടാലോ അല്ലെങ്കിൽ രാവിലെ അമ്പലത്തിൽ പോയി കുറിയൊക്കെ തൊട്ടാലോ പള്ളിയിൽ പോയി കുർബാന കൊണ്ടാലോ ഒന്നും അല്ല ദൈവം പ്രസാദിക്കുന്നത്. ദൈവത്തിന് വേണ്ടത് നമ്മൾ സത്യവിശ്വാസിയായിക്കൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുക. എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ വീട്ടിൽ മക്കളോട് സ്നേഹത്തോടെ പെരുമാറുക, ഭർത്താവിനോട് സ്നേഹമായിട്ട് പെരുമാറുക. ഇന്നത്തെ കുട്ടികളോട് തീർച്ചയായിട്ടും നമ്മൾ ഒത്തിരി സംസാരിക്കണം. കാരണം ഇന്ന് ഒത്തിരി പേര് ഡ്രഗ്സിനൊക്കെ അഡിക്റ്റ് ഉള്ളവരുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കൂടുതലും അവരുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകാൻ പറ്റും. ഒരിക്കലും ആ കുട്ടികളുടെ അഹങ്കാരമായിട്ട് അത് തോന്നരുത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കുക അവരെന്തെങ്കിലും അവർ കഴിക്കുന്നുണ്ടായിരിക്കും, അതിൻ്റെ ഒരു മാറ്റമാണ്. അങ്ങനെ നമ്മൾ അവരെ ചികിത്സിക്കാതെ, അവരോട് ദേഷ്യപ്പെടാതെ, അവരെ നല്ല രീതിയിൽ സ്നേഹത്തോടെ അവരെ നല്ല കൗൺസിലിങ്ങിന് കൊണ്ടുപോയി അവരെ ചികിത്സിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇന്ന് എങ്ങനെയാണ് വുളു എടുക്കുന്നതെന്നും എങ്ങനെയാണ് നിസ്കരിക്കുന്നതെന്നും എൻ്റെ ഭർത്താവ് എന്നെ പഠിപ്പിച്ച പോലെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് 5:30 മുമ്പ് ഭക്ഷണം കഴിക്കുക. എന്നിട്ട് നന്നായിട്ട് വെള്ളമൊക്കെ കുടിക്കുക. അതിനുശേഷം ഒരാഗ്രഹം ദൈവത്തിൻ്റെ മുമ്പിൽ വയ്ക്കുക, ഉപവാസം തുടങ്ങുക. പിന്നെ സൂര്യൻ അസ്തമിക്കുമ്പോൾ 6:30 ഒരു മഗ്‌രിബ് ബാങ്ക് കേൾക്കാം. ആ സമയത്ത് ആദ്യമേ വെള്ളം തന്നെ കുടിക്കണം. മസ്റ്റായിട്ട് വെള്ളം മാത്രമേ കുടിക്കാവുള്ളൂ. ജ്യൂസോ നാരങ്ങ എന്നീ വെള്ളമൊന്നും കുടിക്കരുത്. അത് നമുക്ക് ഉപദ്രവമേ ചെയ്യത്തുള്ളൂ. വെള്ളം കുടിക്കുക. അതിനുശേഷം 2 ഈന്തപ്പഴമോ എന്തെങ്കിലും ബദാമൊക്കെ കഴിക്കുക. അത് നമ്മുടെ വിശപ്പിൻ്റെ ക്രേവിങ് പെട്ടെന്നൊന്നും കുറച്ച് നിൽക്കാനായിട്ട്. പെട്ടെന്ന് നമുക്ക് എല്ലാം കഴിക്കണം എന്നൊട്ട് തോന്നലും ഇത് ആവേശമൊക്കെ ഉണ്ടാകും കഴിക്കാൻ. അതിനെ കുറച്ച് ഇതാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ചെറിയ കഴിക്കുന്നത്. ഡേറ്റ്സ്, എന്തെങ്കിലും ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ നിസ്കരിക്കണം. നിസ്കരിച്ച് നമ്മുടെ നോയമ്പ് തീർന്നു.
അതിനുശേഷം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇഷ്ടമുള്ളതൊക്കെ കുറച്ച് കഴിക്കുക. പെട്ടെന്ന് കഴിച്ചാൽ നമ്മുടെ വയറിനെ പ്രശ്നമാക്കരുത്. കാരണം റെസ്റ്റ് എടുക്കുമായിരുന്നല്ലോ, അപ്പോൾ പെട്ടെന്ന് ഇട്ടിട്ടൊന്നും അങ്ങനെ കറങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ട് സാവധാനം ഭക്ഷണം കഴിച്ച് കുറച്ച് നേരത്തെ തന്നെ കിടന്നുറങ്ങാൻ നോക്കുക. തീർച്ചയായിട്ടും എല്ലാവരെയും, നോയമ്പ് എടുക്കുന്നവരെയും നോയമ്പ് എടുക്കാത്തവരെയും, നോയമ്പ് എടുക്കാൻ സാധിക്കാത്തവരായ ഒരുപാട് പേരുണ്ട് അസുഖങ്ങൾ കാരണം. അവരെല്ലാവരും നിങ്ങളുടെ വിഷമങ്ങൾ അള്ളാഹു അറിയുന്നു. അതുകൊണ്ട് അള്ളാഹു നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ യേശു ആണെങ്കിൽ 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. മോശ 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആരും മരിച്ചു പോകത്തില്ല. വെള്ളം കൊണ്ട് മാത്രം ജീവിക്കുന്നവരൊക്കെ ഇല്ലേ? നമുക്കൊക്കെ ഒരു തോന്നലാണോ, അയ്യോ കഴിച്ചില്ലെങ്കിൽ എന്നൊക്കെ. അപ്പം നമ്മൾ റിജുവിനേറ്റ് ചെയ്യുകയാണ്, നമ്മൾ റിഫ്രഷ് ആകുകയാണ്. 30 ദിവസം കഴിയുമ്പോൾ നമ്മളൊരു പുതിയ വ്യക്തിയാകുകയാണ്, നമുക്ക് പുതിയ സെല്ലുകൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് വളരെ നല്ലതാണ് ഇത്. ലോകത്തിലുള്ള എല്ലാവർക്കും ഉള്ളതാണ്. അതുപോലെ തന്നെ അവസാനത്തെ പ്രവാചകനാണ് മുഹമ്മദ് നബി. യോഹന്നാൻ്റെ സുവിശേഷം 16-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യത്തിൽ എന്താ പറയുന്നത്? യേശു പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷേ അതൊന്നും ഇപ്പോൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ പോകുന്നു. എന്നാൽ ഞാൻ പോയി കഴിഞ്ഞാൽ സത്യാത്മാവ് വരും. സത്യത്തിൻ്റെ ആത്മാവ് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കും. അതായത് നമ്മളെ ന്യായത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചൊക്കെ നമ്മളെ പഠിപ്പിക്കും. അപ്പോൾ കണ്ടോ, എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെ നിസ്കരിക്കണം, എങ്ങനെ നോയമ്പെടുക്കണം, ഇതൊക്കെ പഠിപ്പിച്ച ആരാ? മുഹമ്മദ് നബിയാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിനകത്ത് ഭാര്യയുടെ ഒരിക്കലും 4 കല്യാണം കഴിക്കാൻ പറഞ്ഞിട്ടേയില്ല. അൽ-നിസായിലെ 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞത്, നിങ്ങൾ 1, 2, 3, 4 വിവാഹം കഴിച്ചുകൊള്ളുവിൻ, പക്ഷേ 4 പേര് തുല്യമായിട്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റത്തില്ല എങ്കിൽ നിങ്ങൾ ഒരാളിൽ ഒതുങ്ങാൻ എന്ന്, ഒരാളെ മാത്രം കല്യാണം കഴിക്കാനാണ് മുഹമ്മദ് നബി പഠിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഇത് പലരും പലതായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്ത് അവർ 4 കല്യാണം കഴിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഈ നിയമത്തെ മാറ്റി. അതായത് മുഹമ്മദ് നബി പഠിപ്പിച്ച എല്ലാ നിയമങ്ങളും പിന്നീടുള്ള പുരോഹിതന്മാർ അത് മാറ്റി പലതുമായിട്ടൊക്കെ എഴുതിയിട്ടുണ്ട്. ജീവിതത്തിൻ്റെ എല്ലാ ആസ്പെക്ട്സ് ഓഫ് ലൈഫും നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്, ന്യായത്തിനെക്കുറിച്ചും നീതിയെക്കുറിച്ചും എല്ലാം. അപ്പോൾ അവസാനത്തെ പ്രവാചകനാണ് മുഹമ്മദ് നബി. അവസാനത്തെ റിവലേഷനാണ് ഖുർആൻ. ഒരു മുസ്ലിമിനും ബൈബിൾ വായിക്കാതെ മുസ്ലിമാകാൻ സാധിക്കുകയില്ല. ബൈബിളിലെ നമ്മൾ നന്നായിട്ട് ഉൾക്കൊള്ളണം. കൂടുതലും ജീസസ് പഠിപ്പിച്ച പ്രാർത്ഥനകൾ ന്യൂ ടെസ്റ്റ്മെൻ്റാണ്, പുതിയ നിയമത്തിൽ ജീസസ് പഠിപ്പിച്ചത്. അപ്പോൾ അതെല്ലാം വായിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ഖുർആനും നമ്മൾ വായിക്കുമ്പം ഒരുപാട് അറിവുകൾ നമുക്ക് ഖുർആനിൽ നിന്നും കിട്ടും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ കൃപയും സമാധാനവും നിങ്ങളിൽ ഓരോരുത്തരിലും ഉണ്ടാവട്ടെ. ആദ്യമേ കൈ കഴുകണം, അത് കഴിഞ്ഞ ശേഷം വാ കഴുകണം, മൂക്ക് കഴുകണം, അതിനുശേഷം ഫേസ് കഴുകണം, അത് കഴിഞ്ഞിട്ട് കൈയുടെ ഇവിടെ വരെ മുട്ട് വരെ അത് കഴുകണം. അതിനുശേഷം കുറച്ച് വെള്ളം എടുത്തിട്ട് ഈ നമ്മുടെ ചൂണ്ടുവരലില്ലേ, ഈ ചൂണ്ടുവരൽ ഇങ്ങനെ ചേക്കാത്തോടെ ഈ കൈ തള്ളവരൽ നമ്മുടെ ചെവിയുടെ പുറകെ കൂടെ ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ താഴോട്ടും ട്വിസ്റ്റ് ചെയ്യണം. ഈ 2 വിരലും ഇങ്ങനെ ചെവിക്കകത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ചെയ്തിട്ട് ഒന്ന് കുടയണം. വെള്ളം തലയിൽ ഒഴിക്കരുത്, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കുടഞ്ഞിട്ട് ഇങ്ങനെ നിന്ന് തടയുക 3 times. അപ്പോൾ എല്ലാം 3 times ആണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കാല് കഴുകണം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. Recording.
God is one. In the name of Allah, the gracious, the merciful. Praise be to Allah, Lord of the worlds, the most gracious, the most merciful, Master of the day of judgment. It's you we worship, and upon you we call for help. Guide us to the straight path, the path of those you have blessed, not of this against whom there is anger, nor of this who are misguided. Allahu Akbar. Subhan Rabbi Alim. Glorify to God, glorify to God, glorify to God. Sami Allah liman hamida. Allahu Akbar. Glorify to God, glorify to God, glorify to God. Allahu Akbar. Glorify to God, glorify to God, glorify to God. Allahu Akbar. Alhamdulillahi Rabbil Alamin Ar-Rahman Ar-Rahim Maliki Yawmiddin Iyyaka na'budu wa iyyaka nasta'in Ihdinas siratal mustaqim siratal ladzina an'amta 'alaihim ghairil maghdubi 'alaihim waladdallin Amin. Allahu Akbar. Subhan Rabbi Alim, Subhan Rabbi Alim, Subhan Rabbi Alim. Sami Allah liman hamida. Allahu Akbar. Subhan Rabbi Ali, Subhan Rabbi Ali, Subhan Rabbi Ali. Allahu Akbar. Subhan Rabbi Ali, Subhan Rabbi Ali, Subhan Rabbi Ali. Allahu Akbar. Ashhadu Allah ilaha illallah wa ashhadu anna Muhammad Rasulullah. Assalamu alaikum wa rahmatullah. Assalamu alaikum wa rahmatullah. നമ്മുടെ സൈഡിലുള്ള 2 മാലാഖമാർക്കും നമ്മൾ നമസ്കാരം ചെയ്യുക. അസ്സലാമു അലൈക്കും പറഞ്ഞ് അവർക്ക് സ്തുതി കൊടുക്കുക.